എന്തൊരു ഉത്സാഹം, എന്തൊരു കഷ്ടപ്പാട്. കയ്യെത്തുന്ന ദൂരത്തു നിന്ന് മൂക്കിന് താഴെയും പകൽ പോലെ തെളിവുകളുള്ള കേസുകൾ ഒന്നും അന്വേഷിക്കാൻ ആവശ്യത്തിന് സ്റ്റാഫില്ല, വാഹനങ്ങളില്ല. എന്നാൽ മാങ്കൂട്ടത്തിന് കേസ് വന്നപ്പോൾ ആളായി മൊഴിയെടുക്കാൻ ധൃതിയായി അന്വേഷിക്കലെ ആകെ ബഹളമായി. എന്നാൽ ഇടതു പാർട്ടി നേതാക്കന്മാർക്കെതിരെ വരുന്ന കേസുകൾക്കെതിരെ ഇതൊന്നും കാണാനുമില്ല. കേസൊക്കെ തള്ളിപ്പോകുന്നത് മാത്രം കാണാം. ഇപ്പോഴിതാ രാഹുൽ മാങ്കൂട്ടം MLA-ക്കെതിരെ ലൈംഗിക ആരോപണത്തിൽ ഇരയോട് ആശയവിനിമയം നടത്തിയിട്ടുള്ള 4 വനിതാ മാധ്യമപ്രവർത്തകരിൽ നിന്നും ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഗർഭചിത്രം നടത്തിയ ഇരയുമായിട്ട് മുൻപ് സംസാരിച്ചിട്ടുള്ളവരായതുകൊണ്ട് തന്നെ ഇരയിൽ നിന്നും നേരിട്ട് മൊഴിയെടുക്കുന്നതിന് മുന്നോടിയായിട്ടാണ് ഇവരിൽ നിന്നും മൊഴിയെടുക്കുന്നത് എന്നാണ് അറിയുന്നത്. രാഹുലിനെതിരെ കാര്യങ്ങൾ തുറന്നു പറയുവാനും പറയാതിരിക്കുവാനും ഇരയുടെ മേൽ പലയിടത്തു നിന്നുമായിട്ട് സമ്മർദ്ദമുണ്ട് എന്നാണ് സംഘത്തിന് ലഭിച്ചിരിക്കുന്ന വിവരം. രാഹുലിനെതിരെ സ്വമേധ്യാ കേസെടുത്ത വിവരം നിയമസഭാ സ്പീക്കറെ അറിയിക്കുവാനും ക്രൈംബ്രാഞ്ച് തീരുമാനിച്ചിട്ടുണ്ട്. ആരോപണങ്ങളുടെ വിശദാംശങ്ങളും കേസിൽ സ്വീകരിച്ച നടപടികളും നിയമസഭാ സമ്മേളനത്തിന് മുൻപ് സ്പീക്കറെ അറിയിക്കും. ഇതിനിടയിൽ നിർബന്ധിത ഗർഭചിത്രം ആരോപിച്ച രാഹുലിനെതിരെ ബാലാവകാശ കമ്മീഷനിൽ പരാതി നൽകിയ പൊതുപ്രവർത്തകൻ ഷിൻഡോ സെബാസ്റ്റ്യന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തി. ഇരയെ നിർബന്ധിത ഗർഭചിത്രത്തിന് വിധേയമാക്കിയതിലൂടെ ഗർഭസ്ഥ ശിശുവിന്റെ ജീവിക്കാനുള്ള അവകാശം ലംഘിക്കപ്പെട്ടു എന്ന ഷിൻഡോയുടെ പരാതി കമ്മീഷൻ പോലീസിന് കൈമാറിയിരുന്നു. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ കേസിൽ പരാതിക്കാരുടെ മൊഴിയെടുക്കാൻ തുടങ്ങിയ അന്വേഷണ സംഘം വ്യക്തമാക്കുന്ന ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ഇരയാക്കപ്പെട്ടവർ ഇതുവരെ കേസ് നൽകിയിട്ടില്ല. അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കുക എന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മാത്രവുമല്ല, നിരവധി മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് പരാതി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേസിന് മൊഴിയാതാക്കൽ നിർണായകമായിരിക്കും. 10 പരാതികളാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ചിരിക്കുന്നത്. പരാതിക്കാരിൽ ഒരാളെ അഡ്വക്കേറ്റ് ഷിൻഡോയുടെ മൊഴി ക്രൈംബ്രാഞ്ച് രേഖപ്പെടുത്തി കഴിഞ്ഞു. കൂടാതെ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിൽ 3 വനിതാ മാധ്യമ പ്രവർത്തകരെ കേസെടുക്കുമെന്നൊരു വാർത്ത മാതൃഭൂമിയിൽ വന്നെങ്കിലും പിന്നീട് അവർ മുക്കിക്കളയുന്നതും നമ്മൾ കണ്ടതാണ്. വിവാദങ്ങൾ ഉയർന്ന സമയം ഒരാൾ പോലും രാഹുലിനെതിരെ നിയമപരമായ പരാതികളുമായിട്ട് രംഗത്തെത്തിയിട്ടില്ല. കേസ് അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് സംഘത്തിന് മുന്നിലും പരാതികളില്ല എന്നും ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടം MLA സഭയിൽ പങ്കെടുക്കുന്നതിൽ നിന്നും വിലക്കുന്നത് അടക്കമൊന്നും അംഗീകരിക്കാൻ കഴിയില്ല എന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നതും ഒരു വശത്തുണ്ട്. MLA എന്ന നിലയിൽ മണ്ഡലത്തിൽ സജീവമാകാൻ രാഹുലിന് അവസരം നൽകണം. അതിനായി രാഹുലിനെതിരെയുള്ള പൊതു പ്രസ്താവനകൾ അവസാനിപ്പിക്കണമെന്നുമാണ് കോൺഗ്രസിന്റെ ആവശ്യം. ഈ തീരുമാനത്തിന് പിന്നാലെയാണ് പല നേതാക്കളും ഭയപ്പെട്ടത്. രാഹുലിന് എതിരെയുള്ള വിമർശനം പാർട്ടിക്കെതിരെയുള്ള വിമർശനമാണ് എന്ന് പ്രവർത്തകരെ ബോധിപ്പിച്ചുകൊണ്ട് പ്രതിരോധിക്കുകയാണ് കോൺഗ്രസിന്റെ ലക്ഷ്യം.